ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ പേജ് ക്രിയേറ്റ് ചെയ്തു, പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ മെയിനായിട്ടുള്ള പോസ്റ്റിലേക്ക് നമ്മൾ ആ പേജിൻ്റെ എല്ലാം ലിങ്ക് കൊണ്ടുവരണം. അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അത് ചെയ്യണമെങ്കിൽ അത് നമുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ പേജിലേക്ക് തിരിച്ചു പോവാം. പേജല്ല, പോസ്റ്റിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചേ. അപ്പോൾ ഇതിൻ്റെ താഴെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിങ്ക് കിട്ടണം. നമ്മൾ 3 പേജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ പേജ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിൻ്റെ, പിന്നെ സ്റ്റിൽ മോഡലിൻ്റെ, പിന്നെ ഹാൻഡ് ബുക്കിൻ്റെ. ആ 3 ഇവിടെ കൊണ്ടുവരണം ലിങ്ക്. ആ ലിങ്ക് തൊടുന്ന സമയത്ത് ആ പേജിലേക്ക് പോകണം. അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു ലൈനിലേക്ക്, ഇവിടെ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങോട്ട് വരുന്നതെന്ന് തിരിയുന്നില്ലല്ലോ. അതായത് നമുക്ക് ഇവിടെയാണ് ഇവിടെ എന്ത് ചെയ്യണം, ആ ലിങ്ക് കൊണ്ടുവരണം. ആ ലിങ്ക് കൊണ്ടുവരാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് അടിക്കുക. അത് സേവ് ചെയ്യണേ, അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നോക്കിയിട്ട് നമ്മൾ ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേജിലേക്ക് പോവുക തിരിച്ച്. എന്നിട്ട് ഫസ്റ്റത്തെ ഇത് തന്നെ ടെക്സ്റ്റ് ബുക്ക് അല്ലേ, ഇവിടെ ഷെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ലിങ്ക് അടിക്കുക. അപ്പോൾ ഈ പേജിൻ്റെ ലിങ്ക് കോപ്പിയായി. എന്നിട്ട് വീണ്ടും 3 ക്ലിക്ക് ചെയ്ത് പോസ്റ്റിലേക്ക് പോവുക. എന്നിട്ട് ഇത് വീണ്ടും ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യണം, ആ ലിങ്ക് പേസ്റ്റ് ചെയ്യണം. എങ്ങനെയാണ് ലിങ്ക് പേസ്റ്റ് ചെയ്യുക പഠിച്ചല്ലേ. 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക, ഫസ്റ്റത്തത് ഓപ്ഷൻ നിൽക്കുക. അതിൽ ടെക്സ്റ്റ് ഡിസ്പ്ലേ, അവിടെ എന്താ വേണ്ടത്, ടെക്സ്റ്റ് ബുക്ക് എന്നാണ് വേണ്ടത്. കാരണം ആ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞത് നിൽക്കും, ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്തേക്ക് വേണ്ടേ, ആ പേജിലേക്ക് വേണ്ടേ. ഇനി ഇവിടെ എന്ത് ചെയ്യണം, അതിൻ്റെ നമ്മൾ നേരത്തെ കോപ്പി ചെയ്തത് ഇവിടെ പേസ്റ്റ് ചെയ്യണം. അപ്ലൈ എടുത്തു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് വന്നു. ഓക്കെ അല്ലേ. ഇനി ടെക്സ്റ്റ് ബുക്കിൻ്റെ അടിയിൽ പോയി ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ അടിയിൽ എന്ത് വരണം, അടുത്ത ലിങ്ക് വരണം. ഓക്കെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്കിൻ്റെ അടിയിൽ ഇതെന്താ മേലോട്ടെല്ലാം ഇരിക്കുന്നത്. അങ്ങനെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അടിയിൽ അടുത്ത ലിങ്ക് വരണം. അടുത്ത ലിങ്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ പേജിൻ്റെ പേരെന്തേനും, രണ്ടാമത്തെ നമ്മൾ സ്റ്റിൽ മോഡലല്ലേ, സ്റ്റിൽ മോഡലിൻ്റെ പേജിൻ്റെ ലിങ്ക് എന്ത് ചെയ്യണം, ഇതേപോലെ തന്നെ നമ്മൾ ബാക്ക് അടിക്കുന്നതിന് മുമ്പ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യണം, എന്നാലേ ഇത് സേവ് ആവുള്ളൂ. എന്നിട്ട് ബാക്ക് പോയിട്ട് എന്ത് ചെയ്യണം, ആ പേജസ് പോയിട്ട് രണ്ടാമത്തെ പേജിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യണം. രണ്ടാമത്തെ സ്റ്റിൽ മോഡലല്ലേ, അത് ഓപ്പൺ ആക്കാനല്ല, അതിന് ഷെയർ ബട്ടൺ ഞെക്കിയിട്ട് അത് ലിങ്ക് കോപ്പി ചെയ്യാം. ലിങ്ക് കോപ്പി ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, വീണ്ടും പോസ്റ്റിലേക്ക് പോവുക, അത് ഓപ്പൺ ആക്കുക. അതിൻ്റെ രണ്ടാമത്തെ ഇവിടെയാണ് ആ പേസ്റ്റ് ചെയ്യേണ്ടത്. പക്ഷെ നേരത്തെ പേസ്റ്റ് ചെയ്യാൻ, ലിങ്ക് പേസ്റ്റ് ചെയ്യാൻ എങ്ങനെയാണ്, 3 ഓപ്ഷൻ ഞെക്കി, ഫസ്റ്റത്തെ ഓപ്ഷൻ ഞെക്കി, അവിടെ ടെക്സ്റ്റ് ഡിസ്പ്ലേ, അവിടെ എന്താണ്, സ്റ്റിൽ മോഡൽ ഇവിടെയാണ് എന്ത് ചെയ്യേണ്ടത്, ആ രണ്ടാമത്തെ പേജിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യാൻ പേസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റിൽ മോഡൽ വന്നു. ഓക്കെ അല്ലേ. ഇനി സ്റ്റിൽ മോഡലിൻ്റെ അടിയിൽ എന്ത് വരണം, മൂന്നാമത്തെ സാധനം വരണം. മൂന്നാമത്തെ എന്താണ് പേജ്, മറ്റേ ഇത് ഹാൻഡ് ബുക്ക്. അതിന് അപ്ഡേറ്റ് ഞെക്കി വീണ്ടും ബാക്ക് അടിച്ച് 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് പേജസ് പോയി. എന്നിട്ട് ഹാൻഡ് ബുക്കിൻ്റെത് ഷെയർ അടിച്ച് ഇത് ക്യാൻസലാക്കി, ഒന്നും കൂടി ഷെയർ അടിച്ച്, ഇതെന്താ സംഭവിച്ചത്, ഹാൻഡ് ബുക്കിൻ്റേത് ഷെയർ അടിച്ച് കോപ്പി ലിങ്ക് ചെയ്തു. വീണ്ടും 3 ഡോട്ട് ക്ലിക്ക് ചെയ്തു, പോസ്റ്റിലേക്ക് തിരിച്ചു പോയി, പോസ്റ്റ് ഓപ്പൺ ആക്കി. ഇവിടെ അത് പേസ്റ്റ് ചെയ്യണം 3ൻ്റെ അപ്പുറത്ത്. എങ്ങനെ പേസ്റ്റ് ചെയ്യും, ഇവിടെ പോയി ലിങ്ക് എടുത്തു, ടെക്സ്റ്റ് ഡിസ്പ്ലേ എടുത്തു, അവിടെ എന്ത് ചെയ്യണം, ഹാൻഡ് ബുക്ക് അടിക്കണം. ഹാൻഡ് ബുക്ക് അടിയിൽ എന്ത് ചെയ്യണം, ആ സൈറ്റിൻ്റെ പേസ്റ്റ് ചെയ്യണം. അപ്ലൈ കൊടുത്തു. ഓക്കെ,
അതായത് നമ്മൾ 3 പേജ് ക്രിയേറ്റ് ചെയ്തു. ആ 3 പേജിൻ്റെ ലിങ്ക് നമ്മൾ ഫസ്റ്റത്തെ അതിൽ കൊടുത്തു കഴിഞ്ഞു. ഇനി ഇത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ബ്ലോഗ് നോക്കാം. നമ്മുടെ ബ്ലോഗ് വ്യൂ ബ്ലോഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ ഇതായിരിക്കും നമ്മുടെ ക്രിയേറ്റ് ചെയ്ത നമ്മുടെ ബ്ലോഗ്. ലക്ഷ്യ ചിത്രം വന്നു. റീഡ് മോർ എടുത്തു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക്, സ്റ്റിൽ മോഡൽ, ഹാൻഡ് ബുക്ക്. ആ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ തൊട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്ന ആ ഒരു പേജിലേക്ക് പോകും. കണ്ട, അതിൽ ക്ലിക്ക് ഹിയർ ഡൗൺലോഡ് ടെക്സ്റ്റ് ബുക്ക് അടിച്ച് കഴിഞ്ഞാലോ നേരിട്ട് അടുത്തേക്ക് പോകും. ആ സമഗ്ര എന്ന് പറയുന്ന സൈറ്റിലേക്ക് പോകും. ബാക്ക് അടിച്ചു. അതിന് സ്റ്റിൽ മോഡൽ അടിച്ച് കഴിഞ്ഞാലോ നേരെ ഈ സൈറ്റ് സ്റ്റിൽ മോഡലിലേക്ക് പോകും. ബാക്ക് അടിച്ച് ഇനി ഹാൻഡ് ബുക്ക് അടിച്ച് കഴിഞ്ഞാലോ നേരെ ഈ സൈറ്റ് ഹാൻഡ് ബുക്കിലേക്ക് പോകും. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ ഈ ടെക്സ്റ്റ് ബുക്ക് സ്റ്റിൽ മോഡൽ എഴുതിയതിൻ്റെ അതിൻ്റെ എല്ലാം കളർ മാറ്റം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും തിരിച്ച് ഇതിലേക്ക് വരണം. വന്നതിന് ശേഷം തീം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ തീം എടുക്കുക. എന്നിട്ട് ഇവിടെ കസ്റ്റമൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതെടുക്കുക. അതെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുറേ ഓപ്ഷൻ വരും. ഗാഡ്ജസ്റ്റ് അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ട് ആ അഡ്വാൻസ് നിൽക്കുക. ഈ പേജ് ടെക്സ്റ്റ് കണ്ടോ, അത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ ലിങ്കിൻ്റെ കളർ നമുക്ക് ഇവിടുന്ന് വേണ്ടി മാറ്റാം. ആ പച്ചക്ക് പകരം എന്ത് ചെയ്യുക? ഒരു നീലയോ വേറെ ഏതെങ്കിലും ഒരു കളർ, ഇതിൽ കാണുന്ന ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ആ കളറ് മാറിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ ലിങ്കിൻ്റെ കളർ മാറ്റാം, വ്യൂഡ് ലിങ്ക്. അപ്പോൾ ഓരോന്നിനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇവിടുന്ന് കളർ മാറ്റാൻ വേണ്ടി പറ്റും. ബാക്ക്ഗ്രൗണ്ട് ഉള്ള കളർ മാറ്റണമെങ്കിൽ കളർ മാറ്റാം. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. എല്ലാം ഒന്ന് നിങ്ങളൊന്ന് നോക്കി നോക്കാം. എന്നിട്ട് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അടിയിൽ സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് സേവ് ചെയ്യുക. എന്നിട്ട് ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ സൈറ്റ് ലക്ഷ്യം. നമ്മുടെ സൈറ്റ് ഓപ്പൺ ആയി ഗൈസ്. ഇത്രയേ ഉള്ളൂ. ഒരു സിമ്പിളായിട്ടൊരു ബ്ലോഗ് തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ. ഇനി ഇതിൽ ഷെയർ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഗെറ്റ് ലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ലിങ്ക് കോപ്പി ആയി. ഈ ലിങ്കാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ പേസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ ഗൈസ്.